ഹായ് നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. നാളെ മുതൽ ഡ്യൂട്ടിക്ക് ഉണ്ട്. പിന്നെ എല്ലാം പഴയ പോലെയൊക്കെ നോർമലായി വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്ന് ഞാൻ നമ്മുടെ കുറച്ച് നേരത്തെ യൂസഫ് അലി സാറിൻ്റെ ലുലു ചെയർമാൻ യൂസഫ് അലി സാറിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു ഫേസ്ബുക്ക് വഴി. അപ്പോൾ അതിൽ വേറൊന്നുമല്ല, അത് എനിക്ക് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം തോന്നി വെച്ചാൽ ആളതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പോൾ യു എയിൽ ഇഷ്ടംപോലെ പേര് സാധനങ്ങളൊക്കെ കൂടുതലൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. കാരണം എപ്പോഴെങ്കിലും ഒരു യുദ്ധം വരുമ്പോൾ അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കഴിയോ, നമുക്ക് ഫുഡിനോ അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നങ്ങളൊക്കെ വരുമോ, അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ യു എയിൽ ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഇപ്പം ആരും ഒരു കൂടുതൽ സാധനങ്ങളൊന്നും വീട്ടിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ലുലു ചെയർമാൻ യൂസഫ് സാർ അത് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആളുടെ സ്റ്റോറൊക്കെ 24 hours ഒക്കെ തുറക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് യൂസഫ് അലി സാറിനോട് ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം വേറെ ഒന്നുണ്ടല്ല, നമുക്ക് സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ 24 hours ഒക്കെ നമ്മൾ തുറന്ന് പ്രവർത്തിച്ചൊരു സന്തോഷമുണ്ട്. എനിക്ക് അതിൽ താങ്കളുടെ അതേ യോജിപ്പ് തന്നെയാണ്. അത് താങ്കളോട് എനിക്ക് നന്ദി പറയാനുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി സാധനങ്ങൾക്ക് കുറച്ച് വില കുറച്ചിരുന്നെങ്കിൽ, ലുലു മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഈ ലുലുവിനെ കുറിച്ചുള്ളൊരു നെഗറ്റീവ് കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമുക്ക് കുറച്ചുകൂടി സാധനങ്ങൾക്ക് കുറച്ച് വില കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇവിടെയുള്ള ആളുകൾക്ക് ആയിക്കോട്ടെ, GCC മറ്റ് കൺട്രീസിലെ ആളുകൾക്ക് ആയിക്കോട്ടെ, ലുലു മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ച എല്ലാവിധ സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റോർ ആയിക്കോട്ടെ, അവർക്കൊക്കെ അവർ കുറച്ചെങ്കിലും ഒരു 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 നമുക്കൊരു ഇതുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേർക്ക് അത് ഉപകാരമായിരിക്കും. യൂസഫ് അലി സാറിന്റെ നല്ല മനസ്സിന് എനിക്ക് നന്ദി പറയുന്നുള്ളൂ. പിന്നെ നമ്മളൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ കുറച്ച് മാധ്യമ പ്രവർത്തകരോടാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന മാപ്രകളോട്. കാരണം യൂസഫ് അലി സാർ അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാനത് നിങ്ങൾക്ക് കാണിക്കുന്നില്ല. കാരണം എൻ്റെ വിഷയം യൂസഫ് അലി സാറോ ലുലു ഒന്നുമല്ല. എനിക്ക് പറയാനുള്ളത് മാധ്യമ പ്രവർത്തകരോടാണ്. കാരണം ഈ മാപ്രകളോടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നടക്കുന്നത് പബ്ജി ഗെയിമോ അല്ലെങ്കിൽ ഫുട്ബോൾ ഗെയിമോ എന്നല്ല നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ GCC കൺട്രീസിലായിക്കോട്ടെ, ഖത്തറിലായിക്കോട്ടെ, കുവൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ UAE ആയിക്കോട്ടെ, ഇവിടെ നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന ചില കാര്യങ്ങൾ, ഓക്കെ, അത് ഇത്തിരി വലിച്ചിങ്ങനെ വലുതാക്കിയിട്ട് എന്താ കാണിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല. ഓക്കെ, രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഉറങ്ങി അടിക്കുമ്പോൾ ജസ്റ്റ് ന്യൂസ് കാണുമ്പോൾ, സ്പെഷ്യലി റിപ്പോർട്ട് ചാനലൊക്കെ, പേരെടുത്ത് പറയുകയാണെങ്കിൽ റിപ്പോർട്ട് ചാനലൊക്കെ എന്ത് കാണിച്ചു കൂട്ടുന്നേ? ദുബായിൽ ഇത്ര മിസൈലുകൾ വന്ന് വീണു, അവിടെ പൊടുന്നു, ഇവിടെ പൊട്ടുന്നു, 1 മണിക്കൂർ മുന്നേ അത് നടന്നു. ബുർജ് ഖലീഫ AI വീഡിയോ ബുർജ് ഖലീഫ ഒഴിപ്പിക്കുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ പൊന്നു സുഹൃത്തെ, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് കാണുന്ന നാട്ടിലെ ആൾക്കാരെ എന്താ ചെയ്യുക? പക്ഷെ അപ്പോൾ ഇതേ യൂസഫ് അലി സാറ് ഈ ഒരു വീഡിയോയ്ക്ക് ഈ മാധ്യമപ്രവർത്തകരുടെ പേരൊന്നും പറഞ്ഞില്ല. ഇത് ചെയ്തത് ശിക്ഷാർഹമാണ് എന്നൊക്കെ പറഞ്ഞുള്ളൂ. കാരണം UAE ഗവൺമെന്റ് എന്താണോ, എന്ത് ന്യൂസാണോ വിടുന്നത് അത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള അധികാരമേ ഇവിടെയുള്ളൂ. ഇവിടെയും മാധ്യമധർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യൂസഫ് അലി സാർ ഇട്ട വീഡിയോയ്ക്ക് നാട്ടിലൊരു മലയാളി, ഞാൻ പേര് പറയുന്നില്ല, ആളൊരു ജസ്റ്റ് ഒരു റീക്രിയേഷൻ വീഡിയോ ചെയ്തായിരുന്നു. ആള് പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല, നിങ്ങളും പറയിപ്പിക്കില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ പറയാണ്. ഈ പറയുന്ന ആളുകളുടെ കുടുംബാംഗങ്ങളോ വീട്ടുകാരോ ആരെങ്കിലും, അച്ഛനോ അമ്മയോ മകനോ ആരെങ്കിലും ഇവിടെ ഉണ്ടായിട്ട് ഇതുപോലെയുള്ള ന്യൂസ് ആണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ എത്രത്തോളം പേനിക്കും? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നടക്കും. ഇതിപ്പോ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ നടക്കുന്നില്ല. അപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ UAE ഭരണാധികാരി, UAE പ്രസിഡന്റ്, അതുപോലെ ദുബായ് കിരീടാവകാശി എല്ലാവരും ദുബായ് മാളിൽ ഒരു സന്ദർശനം നടത്തിയിരുന്നു. ഓക്കെ, ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നടക്കുവാണെങ്കിൽ അവരാരും പുറത്തിറങ്ങി നടക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ട്, എന്താ ഇവിടെ ഒന്നും സംഭവിക്കില്ല, കാരണം നമ്മൾ UAE അണ്ടറിൽ നമ്മൾ നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ മാപ്രകളോടാണ്, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള തെറ്റായ പ്രചരണം നടത്തരുത്. ചിലപ്പോൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കും, ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ വയറ്റിപ്പഴപ്പായിരിക്കും, പച്ചമലയാളി പറഞ്ഞ വയറ്റിപ്പഴപ്പായിരിക്കും. പക്ഷെ അത് നിങ്ങൾ ഇവിടെ കാണിക്കരുത്. നിങ്ങളുടെ മകനോ മകളോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യൂ. നല്ലൊരു ന്യൂസ് ചെയ്യിക്കുക, അതല്ലേ മാധ്യമധർമ്മം. എന്താണ് മാധ്യമധർമ്മം? തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതല്ല മാധ്യമധർമ്മം. നല്ലൊരു വാർത്ത നിങ്ങൾ ചെയ്യ്, അല്ലെങ്കിൽ വാർത്തയെ വളച്ചൊടിക്കാതിരിക്കുക. സോ എനിക്ക് പറയാനുള്ള റിപ്പോർട്ട് ചാനൽ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഈ ഒരു ചാനൽ മാത്രമായിരിക്കില്ല, വേറെ ചാനലുകൾക്ക് ഉണ്ടായിരിക്കാം. അതൊക്കെ എന്താണ് നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ അയക്കും, എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ, കാരണം നിങ്ങൾ എനിക്ക് അയക്കുമ്പോൾ മാത്രം, കാരണം ഞാൻ എല്ലാ മാധ്യമ പ്രവർത്തകരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. നാട്ടിൽ എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എത്തിക്കാൻ നമുക്കൊരു ചാനൽ വേണം. അത് വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ തെറ്റായ സന്ദേശം ചെയ്യരുത്. നടക്കുന്ന കാര്യങ്ങൾ അയക്കൂ,
അതിലൊരു മാനധർമ്മമുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഇവിടെ യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഇന്നലത്തെ വീഡിയോയ്ക്ക് ശേഷം കുറെ പേര് വിളിച്ചായിരുന്നു, സന്തോഷമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടെങ്കിലും ഓർത്തതിന് താങ്ക് യു.